ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻ ഫോറം മോൾ കൊച്ചി. ഇതിനൊരു നല്ല സൊല്യൂഷൻ ഇവർ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇനി ഫോറം മോളിൽ ഇറങ്ങുവാണെങ്കിൽ മൂവി ബുക്ക് ചെയ്ത് ഇറങ്ങി ഒരു ഹാഫ് ആൻ അവർ നേരത്തെ എത്തുന്ന പോലെ വരണം. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ഷവായ് സ്പോട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത്. കൊച്ചിയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷവായ് കഴിക്കുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് എന്താണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഇവക്ക് ഇഷ്ടപ്പെട്ട നിന്റെ മോസ്റ്റ് ഫേവറേറ്റ്, നിന്റെ എന്നല്ല ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ഷവായ് സ്പോട്ട്, അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. വൈകിട്ട് ഒരു 5-6 മണി ആവുന്നുള്ളൂ. അപ്പോൾ വൈകിട്ട് നമുക്കൊരു മൂവിക്ക് പോകുന്നുണ്ട്. അതിന് മുമ്പ് കഴിച്ചിട്ട് പോയാൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫേവറേറ്റ് ഷവായ് സ്പോട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത്. കൊച്ചിയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷവായ് കഴിക്കുള്ളൂ, അല്ലാതെ വേറെ എവിടെ നിന്നും കഴിക്കൂല. ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നല്ല ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു നമ്മൾ ഒരു സമയത്ത്. പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്തു, ഇനി അങ്ങനെ ഡെയിലി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതെ, കുറച്ച് ദിവസം കൺട്രോൾ ചെയ്തു. പക്ഷെ നല്ലൊരു ഷവായ, നല്ലൊരു ഷവായ, നല്ല മസാലയാണ്. ഇതുവരെ നമുക്ക് ആ മസാലയുടെ ടേസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പൊ അതാണ് ഇന്നത്തെ പ്ലാന്. നമുക്ക് അപ്പൊ ഷവായ് കഴിക്കാൻ പോയിട്ട് കഴിക്കല്ലേ? ഫുള്ള് കഴിച്ചു തീർക്കൂലേ? എനിക്ക് യൂഷ്വലി ഇഷ്ടം ലെഗ് പീസ് ആണ്. എനിക്ക് ചെസ്റ്റ് പീസ് ഇഷ്ടമല്ല. പിന്നെ ഇത് പ്രോട്ടീൻ നോക്കിയിട്ട് മാത്രം ഞാൻ ചെസ്റ്റ് പീസ് ഇടയ്ക്ക് ഓർഡർ ചെയ്യും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ലെഗ് ആണ് ഇവക്ക് ഇഷ്ടം, അല്ലേ? അത് എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ചെസ്റ്റ് പീസ് ആണ് ഇഷ്ടം. പക്ഷേ നല്ല മഴ പെയ്യും തോന്നുന്നില്ലേ? അവിടെയൊക്കെ മൂടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഫ്ലാറ്റിലേക്കുള്ള ഫ്ലാറ്റിൽ നിന്നുള്ള അവിടുത്തെ വ്യൂ. ഓക്കെ, നമുക്ക് പോവാം. നമ്മളെ വണ്ടി ഒന്നും വാഷ് ചെയ്തിട്ടില്ല ഗൈസ്. കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് കുറച്ച് വൃത്തികേട്ട് ഇനി വാഷ് ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അലോയും കൂടെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. ചളി പിടിച്ചാൽ കിടക്കുന്നത് ഒരു ലുക്കല്ലേ? ചളി ആണെങ്കിലും വണ്ടി വേറൊരു ലുക്കായിരിക്കും. ഓക്കെ, അതെ. നമ്മൾ ഇറങ്ങുമ്പോൾ മഴയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇറങ്ങി വരുന്ന വഴിയാകുമ്പോൾ നല്ല മഴ തുടങ്ങി. ഇപ്പം മഴ പിന്നെയും കുറഞ്ഞു. കുടയൊക്കെ പിടിച്ചാൽ നടക്കുന്നത്. ഞാൻ നല്ല നമ്മൾ സ്പോട്ടിലെത്തി. ജസ്റ്റ് പാർക്കിങ്ങിൽ ഇട്ടിട്ട് വണ്ടി ഇട്ടിട്ട് നടക്കാണ്. നമ്മള് നല്ല തണുപ്പുണ്ട്. ചായ കിട്ടൂല. നമ്മളെ ഇടക്കരയിലെ സ്പോട്ടാണ്. എന്താ ഇപ്പൊ മൂക്കടിച്ച് വീണേനെ അവിടെ. ഭാഗ്യത്തിനാരും കണ്ടില്ല. നമ്മള് സ്പോട്ടിലെത്തി. ഇവിടെ നിന്നാണ് ഷവായ് കഴിക്കുന്നത്, അല്ലേ? നമ്മള് ഗ്രില്ല് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെയാ, അവിടെ വീഴുമ്പോ ഇതല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷവായ് സ്പെഷ്യൽ ഷവായ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വന്ന് കഴിക്കുന്ന സാധനം. ഇവിടെ അല്ലാതെ വേറെ അൽഫാമും ഉണ്ട്. അതെനിക്കിഷ്ടമാണ്. അൽഫാം ഇതുവരെ ഇവിടെ കഴിച്ചിട്ടില്ല. അൽഫാമിനെക്കാളും കൂടുതൽ ഇഷ്ടം ഷവായാണ്. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് രണ്ടും ഓക്കെയാണ്. അപ്പൊ ഞാൻ മാറി മാറി കഴിക്കും. ഷവായ് അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് അൽഫാം ആണെങ്കിൽ അകത്തൊക്കെ കുറച്ച് കട്ടിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വരട്ടെ. അത് ഇവിടുത്തെ ഷവായ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് കഴിക്കാതെ വരെ വന്നതല്ലേ? അങ്ങനെയല്ല, ഉച്ചയ്ക്ക് ചെറുതായിട്ട് കഴിച്ചു. പക്ഷെ ഞാൻ ലൈറ്റ് ആയിട്ട് കഴിച്ചു. ഈവനിങ് ഈ ഷവായ് കഴിക്കുന്ന മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലൈറ്റ് ആയിട്ട് കഴിച്ചല്ലേ? സാധാരണ നമ്മൾ രാത്രി കഴിക്കുന്നത്. പിന്നെ മൂവിക്ക് പോകുന്നോണ്ട് ഈവനിങ് കഴിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട്. ഓ, നൈസായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? അത്രക്കൊന്നും വേണ്ട. ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ നോർമലി ഇവരുടെ ഷോപ്പ് 5 മണിക്ക് തുറക്കുന്നത്. നമ്മളിന്ന് ഒരു 5:30-6 മണിക്ക് ആദ്യം ഈ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് ഈ സമയത്ത് നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ നൈറ്റൊക്കെ വരിക, ജിമ്മിൽ പോയിട്ട് നൈറ്റൊക്കെ വരിക. നമ്മൾ ഒരിടയ്ക്ക് ഫുള്ള് ഇവിടുന്ന് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നിർത്തി. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് ദിവസം കഴിച്ചിട്ടില്ല. ഇപ്പൊ വീട്ടിൽ കഴിച്ച് ഡയറ്റ് കഴിച്ച് മടുത്തോണ്ട് പുറത്തുനിന്ന് കഴിക്കാനുള്ള മൈൻഡ് സെറ്റ് വന്നപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്റെ ഫുഡ് മടുത്തു തുടങ്ങി. എത്രയാ കഴിക്കല്ലേ? എത്രയൊക്കെ വീട്ടിലാക്കി മടുക്കും. ഇവക്കൊരു ശീലമുണ്ട്. ഒരു സാധനം നല്ലതെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതന്നെ കഴിച്ചുകൊണ്ടിരിക്കണം. വേറെ ഒന്ന് മാറ്റി ടേസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യൂല. തെറ്റൊന്നുമല്ല, പക്ഷെ എന്നാലും വേറെ സാധനങ്ങൾ മാറ്റി ട്രൈ ചെയ്യണം. എന്നാലും നല്ലത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ലേ കണ്ടുപിടിച്ചത്? അത് പറഞ്ഞ് ഇവൻ പറഞ്ഞ കേട്ട് വേറെ മറ്റേ വൈറലായ പോയി നമ്മൾ കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ലല്ലോ. നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത് മസാല ഷവായ്. ഇവിടുത്തെ സ്പെഷ്യൽ മസാല ഷവായാണ്. ഇതാണ് ആ മസാല, നമ്മൾ പറഞ്ഞ മസാല. ഈ മസാല കാണുമ്പോൾ തന്നെ നല്ലൊരു
എന്താ പറയാ, കൊതിയാണ് കാണുമ്പോൾ തന്നെ നല്ല നല്ല രസമുണ്ട്. നമുക്ക് എടുക്കാം. അത് നിങ്ങൾക്ക് ലെഗ് പീസ് അല്ലേ വേണ്ടത്? റൊമാലി ഒന്നും തരൂല. നമുക്കൊരു റൊമാലി. അപ്പൊ ഞാൻ ചെസ്റ്റ് പീസ് എടുത്ത് കഴിക്കട്ടെ. മസാല ഇന്ന് കുറച്ച് കൂടുതലുണ്ടല്ലോ. സാധാരണ നമ്മൾ വരുമ്പോൾ ഒരു ഹാഫ് എടുക്കുമ്പോൾ മസാല കുറവായിരിക്കും. ഇത് കുറച്ച് കൂടുതലാണ്. മതി. പക്ഷെ എന്നാലും മയോ എടുത്തോ. മയോ ഇവിടുത്തെ മയോ നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ഉണ്ടാക്കിയതായിരിക്കും. അല്ലെങ്കിലും ഇവിടെ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് കിട്ടുക. അതെന്ന് വെച്ചാൽ ഒരു റൊമാൻറ്റി എടുക്കണം. ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് എടുക്കാം. യെസ്, സെയിം ടേസ്റ്റ്, ഒരു മാറ്റമില്ല. സെയിം ടേസ്റ്റ്. ഇവിടുത്തെ ഇതുവരെ നമ്മൾ കഴിച്ച ഷവായ വെച്ചിട്ട് ഇവിടുത്തെ മസാല മാത്രം ഒരു സ്പെഷ്യൽ ഒരു മസാലയല്ലേ. പക്ഷേ ഇതിന് എന്താ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്തോ ഉണ്ട് ഗൈസ്. നല്ലതാണ്, വന്ന് കഴിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ കഴിക്കട്ടെ ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി, വയറ് ഫുള്ളായി. എനിക്ക് ഹെവി ആയി കേട്ടോ. ഇനി പോയിട്ട് ഇവിടെ ഒരു പട്ടിയുണ്ട്. എനിക്ക് പട്ടിനെ പേടിയില്ല കേട്ടോ. അപ്പം നമ്മളിനി നേരെ പടത്തിന് പോവാം. അതാണ് നമ്മളെ അടുത്ത പരിപാടി. അപ്പം മൂവിക്ക് പോവല്ലേ? ഏതാ മൂവി എന്നറിയോ? മൂവി കറുപ്പല്ല നീ. അയ്യോ, മൂവി ഏതാന്നൊന്നും അറിയില്ല. പടത്തിന് പോവാ. ഇല്ല, നമ്മളെ മറ്റേ കറാറ്റെ കുംഫു ഉള്ള പടം. ഞാൻ മറ്റേ കറുപ്പിലെ ഇന്ദ്രൻസിന്റെ സീൻ കണ്ടിട്ട് എനിക്ക് കറുപ്പ് വേണമെന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞു. എന്റെ മൈൻഡ് മാറ്റിവിട്ടു. നമുക്ക് കറുപ്പ് വേണോ? കറുപ്പ് പോണെന്നുണ്ടായിരുന്നു എനിക്കും. കറുപ്പ് പോണെന്നുണ്ടായിരുന്നു. ആ ടൈം നമുക്ക് സെറ്റ് ആയില്ല. അതുകൊണ്ടാണ് നമ്മള് ബ്ലാസ്റ്റിലോട്ട് പോയത്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ കറുപ്പ് തന്നെ ആയിരിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടാവാ. ഞാൻ കറുപ്പ് വിചാരിച്ച വന്നേ. സീൻസ് ഒക്കെ കാണാൻ എന്റെ മൈൻഡ് മൂവി ഏതാന്ന് അറിയാണ്ട ഒരാള് വിട്ടടാ. അതെ, എവിടെയാ? നമ്മൾ റോളർ കോസ്റ്ററിൽ കയറാൻ പോകുന്നു. യെസ് ഗൈസ്, നമ്മൾ ഫോറം മോളിലാണ് മൂവിക്ക് ബുക്ക് ചെയ്തത്. മോളിലെത്തി. ഇനി ഒരു 20 മിനിറ്റും കൂടെ ഉള്ള സമയം. ഈ തിരക്ക് കണ്ടിട്ട് നമുക്ക് ഓൺ ടൈമിൽ കയറാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും നോക്കാം. അല്ലാതെ അതെ, ഇനി കറങ്ങി നമ്മൾ പാർക്കിങ്ങിൽ കയറേണ്ടി വരും. അത് കഴിഞ്ഞ് താഴെ എത്തണം. ഏത് ഫ്ലോറിലാ തിയേറ്റർ? എനിക്കറിയില്ല കേട്ടോ, നോക്കണം. അതെ, നല്ല തിരക്കുണ്ട് പാർക്കിങ്ങിന് വണ്ടി കയറാൻ. അയ്യോ, മൂവി കഴിയുമ്പോഴാ അടങ്ങിയിരുന്നോ? എൻ്റെ അവസ്ഥ ഭ്രാന്ത്. ഒരു ലിഫ്റ്റ് വരുള്ളൂ. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ മൂവി കഴിഞ്ഞിറങ്ങി. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു മൂവി. നല്ല ഇടിപ്പടോ? ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഇടിയല്ലേ? നല്ല ഇടിപ്പടമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഗേൾസിന്റെ ഫൈറ്റിംഗ് സീനൊക്കെ എനിക്കിങ്ങനെ മറ്റേ ഗൂസ് ബംസ് വന്നു. ഈ ആരെയും പിടിച്ച് ഇടിക്കണം എന്നായിരുന്നല്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലേ ഇവന്റെ അടുത്ത് എനിക്കും ഇടിക്കണം ഇതുപോലെ. എനിക്കിതായി എന്താ പറയാ, ഗൂസ് ബംസ് വന്നിരിക്കുക. എനിക്കും അതുപോലെ ചെയ്യണം. ക്ലാസ്സിൽ പോകുന്നോ? കറാട്ടെ ക്ലാസ്സിന് കറാട്ടെ ജോയിൻ ചെയ്യാൻ പോവാ? പണ്ടേ ഉള്ള ഒരു ആഗ്രഹം. ഞാൻ ഇതുവരെ ചെയ്യാണ്ട് വെച്ചേക്കുന്ന എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ഇത് കണ്ട് ചിലപ്പോ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്തേക്കാം. റെഡ് ലൈറ്റ് പോകുന്നല്ലോ. ഇനി നീ പറയാൻ ഉണ്ടായിരുന്നു. ഞാനൊന്നും പറയാനില്ല. പൊളിയായിരുന്നു പടം, നൈസായിരുന്നു. എനിക്ക് ആദ്യം ഒരു ലാഗ് അല്ല, എനിക്കൊരു ഇതിന്റെ സീൻസ് എല്ലാം എക്സ്പെക്റ്റഡ് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. ആ സാധനം ഞാൻ അടുത്ത് നീ 20 മിനിറ്റ്സ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എനിക്കിത് പടം വന്നപ്പോൾ ഇനി അടിയാവും അവരുമായിട്ട് കുറച്ച് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പഴയ കുറെ മൂവീസിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്റ്റോറി. അത് വെച്ച് നോക്കുമ്പോ ഒക്കെ ആയിരുന്നു. പക്ഷെ പടം നല്ല ബ്ലാസ്റ്റ്, നല്ല അടിപൊളിയായിരുന്നു. മീൻസ് അടി വെട്ടും പുത്തും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നല്ലൊരു വൈബായിരുന്നു. നമ്മൾ ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റി അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായിരുന്നു. ഒരു നല്ലൊരു എന്റർടൈനിങ് മൂവി.
അതിന്റെ ഇടയ്ക്ക് നിന്റെ സ്പെക്സ് എവിടെ പോയി? എന്റെ സ്പെക്സ് എടുത്തില്ല. എന്തുകൊണ്ട്? ഞാൻ ചുമ്മാ എടുത്തില്ല. നീ എന്തിനാ സ്പെക്സ് വെക്കുന്നതെന്നൊന്ന് പറയോ? ഞാനോ എന്റെ കണ്ണില് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. എനിക്ക് കണ്ണിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല. ഒരു കവേർഡ് ആയിരിക്കണം എപ്പോഴും, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന. ഇതൊന്നല്ലേ ഇവൻ പറയുന്നത്, ഇവൻ ലുക്കിന് വേണ്ടി വെക്കുന്നതാ. ലുക്കിന് വേണ്ടിയില്ല, എനിക്ക് കണ്ണ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കാൻ. അപ്പൊ അതാണ് കേസ്. നമ്മൾ മൂവി കണ്ടിറങ്ങി, നല്ല മൂവി ആയിരുന്നു. അപ്പൊ തിയേറ്ററിൽ പോയി വേണമെങ്കിൽ എല്ലാരും കാണാം, ഇല്ലെങ്കിൽ OTT വന്നാൽ കാണാം. നല്ല മൂവി തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് കണ്ടോ? പിന്നെ നീ എവിടെയാ? ഇപ്പൊ ഞങ്ങൾ പടം കഴിഞ്ഞ് താഴെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ജസ്റ്റ് നമ്മളെ ഫോറം മോളില് ഫുഡ് കോർട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ക്യാപ്പച്ചീനോ കുടിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക്, ഒരു നല്ലൊരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പോകാന്നാണ് നമ്മുടെ പ്ലാൻ. അതിനു മുമ്പ് നമുക്ക് വേറൊരു കുറച്ച് അബദ്ധം പറ്റി ഫോറം മോളിൽ. എന്താന്ന് വെച്ചാൽ ഫോറം മോളിൽ നമ്മൾ കറക്റ്റ് 7:25 മൂവി ബുക്ക് ചെയ്തത്. 7 മണിക്ക് എത്തി. പാർക്കിങ്ങിൽ വന്ന് നല്ല തിരക്ക്. ഓക്കെ, പാർക്കിങ്ങിൽ മുകളിൽ കയറി. എന്നിട്ട് ഈ ഫോറം മോളിൽ 7th ഫ്ലോറിൽ നിന്ന് നമ്മൾ 3rd ഫ്ലോറിലാണ് PVR ഉള്ളത്. ആ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര തിരക്ക്. ആകെ 2 ലിഫ്റ്റേ ഉള്ളൂ. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ തിരക്ക്. ആൾക്കാർ വരുന്നത് കയറുന്നത് പോന്ന്. അത് ലിഫ്റ്റ് നിൽക്കുന്ന പോലില്ല. അതിൻ്റെ ഇടയ്ക്ക് നിന്നാലും ആ ലിഫ്റ്റിൽ ഭയങ്കര തിരക്ക്. എന്നുവെച്ചാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. വന്ന് ഇപ്പൊ അരമണിക്കൂറായിട്ട് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവർ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. 2 ലിഫ്റ്റും കൊണ്ട് എത്ര പേർക്ക് ഇതിന്റെ അകത്ത് കയറി ഇറങ്ങാൻ പറ്റും? അത് അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് കിട്ടി, ഇവർക്ക് ഇല്ല. നമുക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ടൈം ബേസ് ചെയ്തിട്ട് നമ്മൾ മൂവിക്ക് വന്നപ്പോ ഇവിടെ വന്ന് നമ്മൾ ഒരു അരമണിക്കൂർ വെറുതെ വേസ്റ്റ് ആക്കി. അത് നമ്മുടെ സമയം കളയുന്ന പരിപാടിയാണ്. ഇവർക്ക് ഇത് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നമുക്കിത് ഫോറമോളിൽ വന്നിട്ട് എന്തോ വലിയ ഒരു അവസ്ഥയില്ലേ. ഇത് നമ്മൾ പാർക്കിങ്ങിന് ഫീയും കൊടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ഇത് താഴെ ഇറങ്ങാൻ വേണ്ടിട്ട് അരമണിക്കൂർ വെയിറ്റും ചെയ്യുന്നുണ്ട്. ആൾക്കാർ വേറൊരു വഴിയില്ല. അതിൽ നമുക്ക് 3rd ഫ്ലോറിലാണ് ഇറങ്ങേണ്ടത്. 3rd ഫ്ലോറിൽ ഇറങ്ങേണ്ട നമ്മളെ അവര് 2nd ഫ്ലോറിൽ ഇറക്കി വിട്ട് എസ്കലേറ്റർ കയറി പോകാൻ പറയും. ഇതെന്താ ഇവര് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഇവർക്ക് തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഇവരെന്തെങ്കിലും ചെയ്യണം എന്നാണ് എന്റെ ഒരു തോന്നല്, അല്ലേ? ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. ആകെ ഇപ്പൊ 2 ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ലിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ വേറൊരു ലിഫ്റ്റ് വരൂല. ആ ഒരു ലിഫ്റ്റിൽ എത്ര പേർക്ക് ഇവർക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻ ഫോറം മോൾ കൊച്ചി. അവരെ പാർക്കിംഗ് ഭയങ്കര മുകളിലായതുകൊണ്ട് കാത്തു നിൽക്കേണ്ടി വരുന്നത്. താഴെയാണെങ്കിൽ ലുലുവില് നമുക്കിത് സംഭവിക്കില്ല. കാരണം നമ്മള് എസ്കലേറ്റർ ഇറങ്ങിയോ അല്ലെങ്കിൽ സ്റ്റെയർ ഇറങ്ങിയോ പോകാൻ പറ്റും. കാരണം 2-3 സ്റ്റെയർ അല്ലേ ഉള്ളൂ. നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന P7-ലാണ്. അത് 7th ഫ്ലോർ അല്ലെന്ന് തോന്നുന്നു. അതിനേക്കാളും മുകളിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും ദൂരം നമുക്ക് കേറാനുള്ള സ്റ്റെയർ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല, സ്പോട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. ലിഫ്റ്റിന്റെ അടുത്ത് സ്റ്റെയർ ഇല്ല, എന്തായാലും എമർജൻസി എക്സിറ്റ് ഇല്ല, വേറെ വഴിയില്ല. ഇത് ഈ അവസ്ഥ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് ഹിയർ ഗൈസ്. വി ഹാവ് ടു നമ്മൾ ഇതിന് പോയിന്റ് ഔട്ട് ചെയ്യണം. എന്നാലും ഇത് ബുക്ക് ചെയ്ത് ഇവിടെ ഇപ്പൊ ഈ ഫുഡ് കോർട്ടിൽ ഇരിക്കുന്നപ്പോ എനിക്കൊന്നും ഒരു 500 ആൾക്കാരുണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. ഇത്രയും ആൾക്കാർ ഇവിടെ മൂവി ബുക്ക് ചെയ്തിട്ട് വന്ന ആൾക്കാരാ. അപ്പൊ ഈ മൂവി കഴിഞ്ഞിറങ്ങുമ്പോഴും മൂവിക്ക് ബുക്ക് ചെയ്യുന്ന സമയത്തും ഇത്രയും ക്രൗഡ് വരുന്നുണ്ട്. അപ്പൊ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ 2 ചെറിയ ലിഫ്റ്റ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ലിഫ്റ്റ്. എനിവേസ് 3 ലിഫ്റ്റ് ഉണ്ടെങ്കിലും സെയിം ടൈമിൽ ഇങ്ങനെ മൂവീസ് വരുമ്പോ അതിനകത്തേക്കുള്ള ആൾക്കാർ വീക്കെൻഡ്സ് നല്ല തിരക്കാണ്. ഇത് ഇവർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് എന്തായാലും ഇവര് ഇത് എന്താ പറയാ, ഇതിനൊരു നല്ല സൊല്യൂഷൻ ഇവര് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇനി പുറമോളിൽ ഇറങ്ങുവാണെങ്കിൽ മൂവി ബുക്ക് ചെയ്ത് ഇറങ്ങി ഒരു 1/2 hour നേരത്തെ എത്തുന്ന പോലെ വരണം. എന്തായാലും ഒരു 20 മിനിറ്റ് ഉണ്ടാവണം. 20 മിനിറ്റ് എന്തായാലും ലിഫ്റ്റില് നമ്മള് കേറാൻ വേണ്ടിട്ട് പോകും ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ഫുഡ് വന്നു നോക്കട്ടെ. എന്താ കൊറേ ദിവസം കഴിഞ്ഞ് ക്യാപ്പച്ചിനോ കുടിക്കല്ലേ? അല്ല, നമ്മള് ക്യാപ്പച്ചിനോ കുടിച്ചിട്ട് കുറെ ദിവസമായി ഗൈസ്. നമ്മളൊരു ക്യാപ്പച്ചിനോ ഒരു ചെറിയൊരു ബർഗറും വാങ്ങിയിട്ടുണ്ട്. ഇന്നൊരു ചീറ്റ് ഡേ ആണ് നമുക്ക്, അല്ലേ? വീക്കെൻഡ് ആവുമ്പോ ഒരു ചീറ്റ് ഡേ ഒക്കെ ആവാം, അല്ലേ? എന്താ നമ്മൾ മൂവിയും നമ്മളെ ഫോറം മോളിലെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ലിഫ്റ്റ് അതെ മൂവിയും നമ്മളെ ഫോറം മോള് അവിടുത്തെ അവസ്ഥ മറ്റേ ലിഫ്റ്റിലെ അവസ്ഥയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി ഗൈസ്. സോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? അതെ, നമ്മളൊരു നല്ല മൂവി കണ്ടിട്ട് വന്നു. ഇനി കിടന്നു ഉറങ്ങാൻ സമയം 12 മണിയായി, അല്ലേ? എന്ന് തോന്നുന്നു 12 മണിയായി. കിടന്നു ഉറങ്ങണ്ടേ?
അവർക്കും വരുന്നുണ്ടോ കിടന്നുറങ്ങുക. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ ബ്ലോഗ്. സോ നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. യെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടണും കൂടെ നീക്കി പൊട്ടിക്കുക. യെസ് അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. ബൈ.